അതായത് ഒരു മാസത്തേക്കുള്ള മരുന്നെടുത്തു. ഇതിൽ എല്ലാം ഒരു മാസത്തേക്ക് എടുക്കണോ? ആ, ഒരു മാസത്തേക്കുള്ള എടുത്തു എല്ലാം. ഉറക്കത്തിൻ്റെ ഉണ്ടല്ലോ, അതും എടുക്കണോ? ഉറക്കത്തിൻ്റെയോ? ഇതിൽ രണ്ടാമത്തെ ഗുളിക ഉറക്കത്തിൻ്റെ ആണല്ലോ, അതോ? എന്താ മരുന്നിൻ്റെ പേര്? ഇത് ക്ലോണാസിപ്പാം. എന്താ ക്ലോണാസിപ്പാം. ക്ലോണാസിപ്പാമോ? ഹലോ, മൻലാൽ ഡോക്ടറല്ലേ? അതെ, മനുലാലാണ്. അല്ല, ഡോക്ടർ എന്തിനാ എനിക്ക് ഉറക്കുഗുളിക എഴുതിയത്? ഞാൻ അപസ്മാരം കാണിക്കാനല്ലേ വന്നത്. നിങ്ങൾ കാര്യം വ്യക്തമായിട്ട് പറയൂ. ഡോക്ടറെ, എനിക്ക് എഴുതി തന്ന ഒരു ഗുളിക എന്താ ക്ലോണോസിപ്പാമാ, അത് ഉറക്കുഗുളികയാണെന്നാണല്ലോ ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞത്. ഒരു ഗുളിക ചിലപ്പോൾ മറ്റു പല അസുഖങ്ങൾക്കും കൊടുക്കാറുണ്ട്. ക്ലോണോസിപ്പാം ഉറക്കമില്ലാത്തവർക്ക് കൊടുക്കാറുണ്ട്, ടെൻഷൻ കുറയ്ക്കാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്നത് അപസ്മാരത്തിനാണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആയിപ്പോയി ഡോക്ടറെ, അതാ വിളിച്ചത്. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. മരുന്ന് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയും ആശങ്കയുമുള്ള ഒരു കൂട്ടം മരുന്നുകളാണ് ഉറക്കുഗുളികൾ. ഉറക്കുഗുളികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അതിന് കാരണം പണ്ടുകാലത്ത് ഉറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബാർബിറ്റുറേറ്റ്സ് ഗുളികകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. പണ്ടുകാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുവാനായി ഉപയോഗിച്ചിരുന്നത് ഉറക്ക ഗുളികകളാണ്. ഫിനോബാർബിറ്റോണിൻ്റെ 60 മില്ലിഗ്രാമിൻ്റെ ഒരു 30 ഗുളിക ഒരുമിച്ച് കഴിച്ചാൽ ഒരാൾ മരണപ്പെടും. പല പ്രശസ്ത വ്യക്തികളും ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചത് ബാർബിറ്റുറേറ്റ്സ് ഗുളികകളാണ്. നാസി ക്യാമ്പിൽ ഹിറ്റ്ലർ ഈ മരുന്ന് വ്യാപകമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. 1997 ഹിവൻസ് ഗേറ്റ് എന്ന മതസംഘടനയിലെ 39 ആളുകൾ കൂട്ട ആത്മഹത്യ ചെയ്തത് ഫിനോബാർബിറ്റോൺ എന്ന ഗുളിക വോഡ്കയിൽ ചേർത്ത് കഴിച്ചിട്ടാണ്. ബാർബിറ്റുറേറ്റ്സ് മരുന്നുകൾക്ക് അഡിക്ഷൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനു പുറമെയാണ് ഗുളിക കഴിച്ചാൽ പിറ്റേന്നുണ്ടാവുന്ന ഹാങ് ഓവർ. ബാർബിറ്റുറേറ്റ്സ് ഗുളികൾക്ക് ഇങ്ങനെ പല പരിമിതികളും ഉണ്ടായിരുന്നു. ബിസെഡീസ് അഥവാ ബെൻസോഡൈസെപ്പിൻസ് എന്ന മരുന്നുകൾ വന്നതോടെയാണ് ബാർബിറ്റുറേറ്റ്സ് പുറന്തള്ളപ്പെട്ടത്. നിലവിൽ ഉറക്കത്തിൻ്റെ ആവശ്യത്തിന് ബാർബിറ്റുറേറ്റ്സ് ഉപയോഗിക്കുന്നില്ല. ബെൻസോഡൈസെപ്പിൻ്റെ ഒരു പ്രത്യേകത അമിത അളവിൽ സുരക്ഷിതമാണ് എന്നതാണ്. പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. ഹാങ് ഓവർ, അഡിക്ഷൻ സാധ്യത ഇതെല്ലാം കുറവാണ്. 1957 മറ്റു ചില മരുന്നുകളുടെ ഗവേഷണത്തിനിടയിൽ യാദൃച്ഛികമായാണ് ക്ലോർഡൈസിപ്പോക്സൈഡ് എന്ന ഒരു രാസവസ്തു കണ്ടെത്തിയത്. ഇതിന് ഉത്കണ്ഠ കുറക്കാനും പേശികൾക്ക് അയവ് വരുത്താനും ഉറക്കമുണ്ടാക്കാനും കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതോടെ അതൊരു വലിയ വഴിത്തിരിവായി. പാർശ്വഫലങ്ങളുടെ ബുദ്ധിമുട്ടില്ലാതെ ഉറക്കം സാധ്യമാവും എന്ന തിരിച്ചറിവായിരുന്നു ക്ലോർഡൈസിപ്പോക്സൈഡിൻ്റെ കണ്ടുപിടുത്തം. ക്ലോർഡൈസിപ്പോക്സൈഡിൻ്റെ രാസഘടനയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി ഡൈസിപ്പാം എന്ന രണ്ടാമത്തെ ബെൻസോഡൈസെപ്പിൻ മരുന്ന് 1963 മാർക്കറ്റിലിറങ്ങി. പലതരം അപസ്മാര രോഗങ്ങളിലും അനസ്തീഷ്യയിലും ഇഞ്ചക്ഷൻ രൂപത്തിലും ഗുളികകളായും അന്നും ഇന്നും വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നാണ് ഡൈസിപ്പാം. ക്ലോണാസിപ്പാം, അൽപ്രാസോളം, നൈട്രാസിപ്പാം, ഫ്ലൂറാസിപ്പാം, ലോറാസിപ്പാം തുടങ്ങി 100 കണക്കിന് ബെൻസോഡൈസെപ്പിൻ മരുന്നുകൾ പിന്നീട് വികസിപ്പിച്ചെടുത്തു. അങ്ങനെ 1970 ആയപ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന മരുന്നുകളുടെ പട്ടികയിൽ ബെൻസോഡൈസെപ്പിൻ ഒന്നാമതെത്തി. ആളുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയതോടെ ബിസെഡി മരുന്നുകൾക്ക് പിന്നീട് നിയന്ത്രണം കൊണ്ടുവന്നു. ബെൻസോഡൈസെപ്പിൻസ് ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായതോടെ തലച്ചോറിൻ്റെയും നാഡീവ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീടുള്ള കാലത്ത് ന്യൂറോളജിയിലും സൈക്യാട്രിയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായതും ബെൻസോഡൈസെപ്പിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. നിങ്ങൾ പാരസെറ്റമോൾ ഗുളിക ഒരു 20-25 എണ്ണം ഒരുമിച്ച് കഴിച്ചാൽ ചിലപ്പോൾ മരണപ്പെടും. എന്നാൽ അത്രയും എണ്ണം ബെൻസോഡൈസെപ്പിൻ ഗുളികകൾ കഴിച്ചാൽ മരിക്കണമെന്നില്ല. ഉറക്കുഗുളികൾ ഉപയോഗിച്ചുള്ള ആത്മഹത്യാശ്രമങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഇപ്പോൾ കുറവാണ്. ബെൻസോഡൈസെപ്പിന് ശേഷം വന്ന ഉറക്കുഗുളികളാണ് സെഡ്രെക്സ്, സോൾപിഡം, സാലിപ്ലോൺ, സോപ്പിക്ലോൺ. ഇതൊക്കെയാണ് സെഡ്രെക്സ് വിഭാഗത്തിൽ വരുന്ന മരുന്നുകൾ. ബെൻസോഡൈസെപ്പിൻ മരുന്നുകൾക്കുള്ള പരിമിതികൾ കൂടി മറികടക്കുന്നതാണ് ഈ പുതിയ തരം മരുന്നുകൾ. ഉറക്കവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളിൽ ഉപയോഗിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു മരുന്നാണ് മെലാറ്റോണിൻ. ശരീരത്തിലെ തന്നെ
പിനിയൽ ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണിത്. യഥാർത്ഥത്തിൽ ഉറക്കം ഉണ്ടാക്കുകയല്ല, താളം തെറ്റിയ ഉറക്കം സ്ലീപ്പ് വേക്ക് സൈക്കിൾ നേരെയാക്കുകയാണ് മെലാറ്റോണിൻ ചെയ്യുന്നത്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഇതിനേക്കാളൊക്കെ മികച്ച ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് മെലാറ്റോണിൻ. ചില രാജ്യങ്ങളിൽ ഡോക്ടർമാരുടെ ചീട്ടില്ലാതെ തന്നെ ഡയറ്ററി സപ്ലിമെൻ്റായി മെലാറ്റോണിൻ വാങ്ങിക്കാൻ കിട്ടും. ഉറക്കഗുളികയുടെ പട്ടികയിൽ ഇനിയും ഒരുപാടുണ്ട്. കൂടുതൽ മികച്ചതും സുരക്ഷിതമായ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. ഉറക്കത്തിന് കൊടുക്കുന്ന മരുന്നുകൾ പലതും ഉറക്കത്തിന് മാത്രമുള്ളതല്ല, മറ്റ് അസുഖങ്ങൾ കൂടി ഉള്ളതാണ്. ആദ്യകാലത്ത് ഉപയോഗിച്ചു വരുന്ന ബാർബിച്ചറേഴ്സ് മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചിലതരം അപസ്മാരങ്ങൾക്കാണ്. പലതരം ആങ്സൈറ്റി ഡിസോർഡേഴ്സിന്, അതായത് OCD, പാനിക് അറ്റാക്ക്, ഫോബിയാസ് ഇങ്ങനെയുള്ള ഉത്കണ്ഠാ രോഗങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ബെൻസോഡൈസെപ്പിൻ വിഭാഗത്തിലെ വിവിധ മരുന്നുകൾ. ബെൻസോഡൈസെപ്പിൻ മരുന്നുകളായ ഡയസിപ്പാം, ലോറസെപ്പാം, ക്ലോണസെപ്പാം ഇവ അപസ്മാരത്തിനുള്ള പ്രധാന മരുന്നുകളാണ്. ഉറക്കക്കുറവിന് ഈ മരുന്നുകൾ ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമായിരിക്കും സാധാരണ കൊടുക്കുന്നത്. എന്നാൽ അപസ്മാരം പോലുള്ള മറ്റു ചില രോഗങ്ങൾക്ക് ദീർഘകാലം ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. മനഃശാസ്ത്ര ചികിത്സയിലും മറ്റു ചില ന്യൂറോളജി അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾക്ക് നല്ല രീതിയിൽ സെഡേഷൻ ഉണ്ടാവാറുണ്ട്. ഇവ ഉറക്കഗുളികകളാണ് എന്ന് തെറ്റിദ്ധരിച്ച് കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ഡോക്ടർ എഴുതിയ ഷീട്ടുമായി മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഇത് ഏതിനുള്ള മരുന്നാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ ഉറക്കത്തിനുള്ള ഗുളികയാണ് എന്നായിരിക്കും. അത് കേൾക്കുമ്പോൾ ആൾ പേടിക്കും, മരുന്ന് നിർത്തും. ഉറക്കമില്ലാത്തതിന് മദ്യം കഴിച്ചാലും ഗുളിക കഴിക്കരുത് എന്ന് കരുതുന്നവരാണ് കൂടുതൽ ആളുകളും. ഇതും ഉറക്കഗുളികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുടെ ഒരു ഫലമാണ്. മതിയായ ഉറക്കം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഉറക്കമില്ലായ്മയ്ക്ക് അതിൻ്റെ കാരണം ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ കുറച്ചു കാലത്തേക്കെങ്കിലും പലർക്കും മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഡോക്ടർ മരുന്ന് കുറിച്ചു തരുമ്പോൾ അതിനെ ആശങ്കയോടെ കാണേണ്ട ആവശ്യമല്ല. ഉറക്കഗുളികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തികച്ചും അനാവശ്യമാണ്. ഇതെല്ലാം എടുത്തോ. 1 മാസത്തേക്കാണോ? അല്ല, 2 മാസത്തേക്ക്.